അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മാതാപിതാക്കള്, അല്ലാഹുവേ പ്രായപൂർത്തിയാകാത്ത 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കള്, വീട്ടിലുള്ള ഓരോ ഉമ്മയും വാപ്പയും പടച്ചവനെ നിന്റെ ഹൃദയത്തിലേക്ക് നല്ലതുപോലെ കരിമ്പാറയിൽ കുത്തിവെച്ചതുപോലെ കുത്തിവെക്കാറുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാവ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ 2 മക്കളുണ്ട്. ഭാര്യയും വല്ലാത്ത സന്തോഷത്തിലാണ്. ഭാര്യയും ഭർത്താവും 2 മക്കളുമായിട്ട് അവര് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു ദിവസം ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ ഓടി വരികയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ. ജാബിർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് ഓടി വരികയാണ്. ഭാര്യ ചോദിച്ചു, എന്തേ ജാബിറേ, ഇത്ര സന്തോഷം എന്തേ ജാബിറേ? ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. എന്തൊരു സന്തോഷമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് വിരുന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പള്ളിയിലെ ഉസ്താദെങ്ങാനും ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുന്നു എന്ന് കേട്ടാ ചില ഉമ്മമാർക്ക് എന്ത് സന്തോഷമെന്നറിയുമോ? എന്തൊരു സന്തോഷമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ആ പാവപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടിലിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോ ഭാര്യയും ഭർത്താവും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാ. ജാബിർ തങ്ങൾ പറഞ്ഞു, പെണ്ണേ, റസൂലുള്ളാഹിന് കൊടുക്കാൻ ഭക്ഷണമുണ്ടാക്കൂ, ചപ്പാത്തി റെഡിയാക്കാൻ പറയുകയാണ്. ജാബിർ തങ്ങൾക്കറിയാ അല്ലാഹുവിന്റെ റസൂലിന് ആട്ടിറച്ചി വല്ലാത്ത ഇഷ്ടമോ, ആടിന്റെ കുറുകല്ല് വല്ലാത്ത ഇഷ്ടമോ. ജാബിർ റളിയല്ലാഹു തആല പെട്ടെന്ന് പോയിട്ട് ഒരു ആടിനെ പിടിച്ചറുക്കുകയാണ്. ഒരു നല്ല ആടിനെ പിടിച്ചറുത്തു. എന്നിട്ട് ആടിനെ പെട്ടെന്ന് വൃത്തിയാക്കുകയാണ്. ഇറച്ചി വെട്ടി റെഡിയാക്കി അടുക്കളയിൽ വന്നിട്ടല്ലാ ഇറച്ചി റെഡിയാക്കുകയാണ്. ഭാര്യ ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഭാര്യയും ഭർത്താവും അടുക്കളയിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ 2 മക്കള് വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുകയാ. അവര് വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, അനിയാ, വാപ്പാടിനറുത്തത് കണ്ടോ മോനെ? ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുകയാണ്, വാപ്പാടിനറുക്കുന്നതിന്റെ പൊന്നുമോന് കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ലയിക്കാ, ഇല്ലയിക്കാ, വാപ്പാടിനറുക്കുന്നത് ഞാൻ കണ്ടില്ല. ജ്യേഷ്ഠൻ ചോദിച്ചു, വാപ്പാടിനറുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണണോ മോര്? വാപ്പാടിനറുത്തത് എങ്ങനെയാണെന്ന് എന്റെ പൊന്നുമോന് കാണണോ? അനുജൻ പറഞ്ഞു, കാണണമിക്കാ. എന്തേ ചെയ്തതെന്നറിയുമോ? വാപ്പാടിനറുത്തിട്ട് വെച്ചിരിക്കുന്ന കത്തിയെടുക്കുകയാണ്. വാപ്പാടിനറുത്തിട്ട് വെച്ച കത്തിയെടുക്കുകയാ. ഒരു കയറെടുത്തു. എന്നിട്ട് അനുജന്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ജാബിർ തങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ, അനുജന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവന്റെ കൈ കെട്ടുകയാ, കാല് കെട്ടുകയാ. വാപ്പാടിന്റെ കൈകാല് കെട്ടിയതുപോലെ അനുജന്റെ കൈകാലുകൾ കെട്ടുകയാണ്. എന്നിട്ട് അവന്റെ തല പിടിച്ച് തിരിച്ചു വെക്കുകയാ. എന്നിട്ട് വാപ്പാടിന്റെ കഴുത്തിൽ വെച്ചറുത്ത കത്തിയെടുത്തിട്ട് സുബ്ഹാനല്ലാഹ് തന്റെ അനുജന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചിട്ടറുക്കുകയാ. ആ പൊന്നാരക്കുമുണ്ടല്ലോ, ആ പിഞ്ചു കുഞ്ഞിന്റെ തലയങ്ങ് അറ്റുപോവുകയാണ്. രക്തമിങ്ങനെ ഒഴുകാൻ തുടങ്ങി, രക്തമിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ആടിനറുത്തതുപോലെ തന്റെ കൂടപ്പറപ്പിന്റെ കഴുത്തറുക്കുകയാണ്. പടച്ചവരെ, തന്റെ പൊന്നാര അനുജനുണ്ടല്ലോ, മരണവപ്രാളത്തിൽ കിടന്ന് പിടയുകയാ. തന്റെ പൊന്നാര കൂടപ്പറപ്പ് കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോ പേടിച്ച് തന്റെ കയ്യിലിരുന്ന വാളെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, തന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ജാബിർ തങ്ങളുടെ മൂത്ത മകൻ ഓടുകയാണ്. അല്ലാഹുവേ,
ആ പൊന്നാര മകൻ ഇങ്ങനെ പേടിച്ച് വരണ്ടുകൊണ്ടോടുകയാണ്. ഓടുന്ന വഴിയിൽ അവന്റെ കാല് തെറ്റത്ത് താഴേക്ക് വീഴുകയാ. ഉയരമുള്ള സ്ഥലത്തേക്ക് താഴേക്ക് വീഴുമ്പോ അവന്റെ തല വന്ന് കല്ലിലടിച്ചിട്ട് ആ പൊന്നുമോന്റെ തല പൊട്ടിയിട്ട് തലച്ചോറ് തെറിക്കുകയാണ്. അല്ലാഹുവേ, അവിടെ കിടന്ന് പിടഞ്ഞ് മരിക്കുകയാ. ഭാര്യയും ഭർത്താവും ഒന്നും അറിയാതെ ഒരാള് ചപ്പാത്തി ഉണ്ടാക്കുന്നു, ഒരാള് ഇറച്ചിക്കറി റെഡിയാക്കുന്നു. രണ്ട് പിഞ്ചുമക്കള് വീടിന്റെ വെളിയിൽ മരിച്ചു കിടക്കുകയോ. രണ്ടുപേരും ഒന്നും അറിഞ്ഞില്ല. കുറെ സമയം കഴിഞ്ഞു, വീടിനകത്ത് നെയ്തീർന്നു പോയി. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, ഒരുമ്മ കാണാൻ കഴിവില്ലാത്ത കാഴ്ചയോ, ഒരുമ്മയ്ക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചയോ. തന്റെ പിഞ്ചുമോർ തലവേറെ ഉടല് വേറെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയോ. തന്റെ പൊന്നാര മകൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പടച്ചവരെ, തളർന്നു പോയി. തന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയി. തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇരുന്ന് കരയുകയാണ്. വിളിച്ചു കൂവിയില്ല പെങ്ങള്, നാട്ടുകാരെ വിളിച്ചു കൂട്ടിയില്ല, നാട്ടുകാരെ വിളിച്ചു കൂട്ടിയില്ല. വീടിനകത്തിരിക്കുന്ന ഭർത്താവിനെ പോലും വിളിച്ചില്ല. അവിടെ ഇരുന്ന് ചിന്തിച്ചുറപ്പേ, ഇതല്ലാന്റെ പരീക്ഷണവാ. ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ദിവസമോ എന്റെ ഭർത്താവെങ്ങാനും ഇതറിഞ്ഞോ ആ മനുഷ്യന് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്നെന്റെ സന്തോഷത്തിന്റെ വീട് മരണ വീടാകുമല്ലോ. അതുകൊണ്ട് ഭർത്താവ് അറിയാൻ പാടില്ലോ. പ്രവാചകൻ വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങി പോകുന്നത് വരെ ആരും അറിയാൻ പാടില്ലോ. ഒറ്റയ്ക്ക് തന്റെ പെറ്റുമ്മ തന്റെ പൊന്നാരമകന്റെ മയ്യത്തെടുത്തിട്ട് മാറ്റിക്കിടത്തുകയാണ്. അവിടെ നിന്ന് മറച്ചിടുകയാണ്. മുന്നോട്ട് നടന്നു പോകുമ്പോ അതാ കിടക്കുന്ന തന്റെ പൊന്നാര മൂത്തമകൻ തല പൊട്ടിച്ചിതറി കിടക്കുന്ന രംഗമോ. അവനെയും വാരിയെടുത്തു. അനുജന്റെ കൂടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കണ്ണുനീര് തുടച്ചിട്ട് വീട്ടിലേക്ക് കടന്നുപോയി. ജാബിർ തങ്ങൾ ചോദിച്ചു, പെണ്ണ് കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന സന്തോഷം കൊണ്ടാ. രണ്ടുപേരും അടുക്കളയിലിരുന്ന് ഭക്ഷണം തയ്യാറാക്കുകയാണ്. അല്പസമയം കഴിഞ്ഞു. ആരാ വരുന്നു? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങ് ദൂരെ നിന്ന് നടന്നു വരികയാണ്. അല്ലാഹുവേ, ജാബിർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പോകുന്ന വീട്ടില് രണ്ട് കുട്ടികളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെ കൂടെ വിളിച്ചിരുത്തിയട്ടെ കഴിക്കാവൂ നബിയേ. ജിബ്രീൽ വന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് വന്നു. ജാബിർ റളിയല്ലാഹു തആല സ്വീകരിക്കുകയാണ്. അവിടുന്ന് പ്രവാചകനെ സ്വീകരിച്ചു. വീടിന്റെ അകത്തേക്ക് കടന്നു. കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു. തിന്നാൻ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജാബിറേ, മക്കളെ കൂടെ വിളിക്ക് ജാബിറേ, മക്കളെ കൂടെ വിളിക്ക് ജാബിറേ. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ മക്കളെ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വിളിക്കൂ. അവിടെ നിന്ന് തകർന്നു പോയി. കേൾക്കേണ്ട താമസം തകർന്നു പോയി. ധൈര്യം സംഭരിച്ചിട്ട് പറഞ്ഞു, ജാബിറേ,
അള്ളാന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. മക്കള് രണ്ടുപേരും വെളിയിലോ. ജാബിർ തങ്ങൾ രണ്ടാമതും പറഞ്ഞു മക്കളെ വിളിക്കാൻ. ഇല്ല, അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിയോട് ഭക്ഷണം കഴിക്കാൻ പറ. മൂന്നാമതും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴും വിളിക്കാതെ വന്നപ്പോ അടുത്തു വന്നിട്ട് ചോദിച്ചു, പെണ്ണ്, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്റെ മക്കൾക്കൊരവസരം കിട്ടുമ്പോ നീ തടസ്സം നിൽക്കുന്നല്ലോ. ഭർത്താവ് ഭാര്യ വഴക്ക് പറയുകയാ. അവസാനം ഗതിയില്ലാതെ വന്നപ്പോ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി പുതച്ചിട്ടിരിക്കുന്ന മറയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പിഞ്ചുമക്കളുടെ മയ്യത്ത് കണ്ടപ്പോ ജാബിർ തങ്ങൾ തളർന്നു വീഴുകയോ. അല്ലാഹുവേ, പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്തേ സംഭവിച്ചതെന്നറിയില്ല. തന്റെ പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് ജാബിർ തങ്ങൾ പൊട്ടിക്കരയുമ്പോ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, അവൾ ഈമാനുള്ളവളാ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ. പടച്ചവരെ, ജാബിർ തങ്ങളുടെ തലയിലേക്ക് കൈവച്ചു. സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നെഞ്ചു പൊട്ടികെട്ട് കരയുന്ന ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവിടെന്ന് പറഞ്ഞുകൊടുത്തു, ജാബിറേ, കരയല്ലേ ജാബിറേ, ഇതല്ലാന്റെ പരീക്ഷണമോ, ഇത് പടച്ചറപ്പിന്റെ പരീക്ഷണമോ, ഇതിന് പകരമല്ലോ സ്വർഗം തരും ജാബിറേ. ശപിക്കാബിറേ. ആരാ പറയുന്നത്? നൊന്തു പ്രസവിച്ച ഉമ്മയാട്. നൊന്തു പ്രസവിച്ച ഉമ്മ ഭർത്താവിനോട് പറയുകയാ, കരയല്ലേ, ഇതിന് പകരം അല്ലാഹു സ്വർഗം തരും, ഇതിന് പകരം അല്ലാഹു സ്വർഗം തരും. കരയല്ലേ ജാബിറേ. ജാബിർ തങ്ങൾ പിന്നെയും ഇരുന്ന് കരയുമ്പോ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, ജാബിറേ, നമ്മുടെ വീടിനകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നതാരെന്നറിയോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയെക്കാല്, വാപ്പയെക്കാല്, ഭാര്യയെക്കാല്, മക്കളെക്കാല്, കൂടപ്പിറപ്പിനെക്കാല്, സ്വന്തം ശരീരത്തിനെക്കാല് സ്നേഹിക്കേണ്ട പ്രവാചകന് വീടിന്റെ അകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ കിടന്നിട്ട് കരയുന്നു ജാബിറേ. തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലേ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലേ. എങ്കിൽ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെ ആകുമല്ലോ. നമ്മുടെ വീട് മരിച്ച വീടാകുമല്ലോ, മരണ വീടാകുമല്ലോ. റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിക്കുമല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നിരുന്നത് വരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലേ ജാബിറേ. എഴുന്നേക്ക്, കണ്ണുനീര് തുടയ്ക്ക്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണുനീര് തുടച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഇതെന്തിനാ പറഞ്ഞതെന്നറിയുമോ? ഉമ്മാ, നിന്റെ മക്കളെല്ലാം കണ്ടുപഠിക്കുന്നുണ്ട്. നിന്നെ കണ്ടാണ് നിന്റെ പൊന്നുമോള് പഠിച്ചത്. നീ മൊബൈലിൽ സംസാരിക്കുന്നത്, നീ ചാറ്റ് ചെയ്യുന്നത്, നീ സീരിയൽ കാണുന്നത്, നീ കാമുകനോട് സംസാരിക്കുന്നത്, ശരീരം മറയ്ക്കാതെ നടക്കുന്നത്, ഇതെല്ലാം നിന്റെ പൊന്നാര മകള് കണ്ടുപഠിക്കുകയോ? വാപ്പാ, നീ ഒരിക്കപ്പോലും നിസ്കരിക്കുന്നത് നിന്റെ മോൻ കണ്ടിട്ടില്ല, ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ല, സലാത്ത് പറയുന്നത് കണ്ടിട്ടില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും തമ്മിലടിക്കുന്ന കാഴ്ച മാത്രം കണ്ടു വളർന്ന പൊന്നുമോർ നിന്നെ തല്ലിയെന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമ്മളെയാണ് കണ്ടുപഠിക്കുന്നത്. പടച്ചുറപ്പേ, അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലോ.
ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ